അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ ദിവസം ഉമ്മക്ക് സമാധാനമാണ് ഉണ്ടായത്. റബ്ബേ, എന്നാലും ഈ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഓ, എൻ്റെ കുട്ടികൾ സ്നേഹത്തിൽ പെരുമാറുന്നത് ഞാൻ കണ്ടു. എന്നാലും സീനത്ത് എൻ്റെ മോൻ്റെ തോളിൽ കൈവച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്ത ആശ്വാസം. റബ്ബേ പഠിച്ചോനെ, ഇനിയെങ്കിലും ഒന്ന് നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവർ ജീവിക്കട്ടെ. ആ ദിവസം അവരുടെ ബെഡ്റൂമിൽ ഉസ്താദിന് തീരെ ഉറക്കമുണ്ടായിരുന്നില്ല. മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒരു വിഷമം, വല്ലാത്തൊരു ആലോചന. സീനത്താണെങ്കിൽ ഇന്ന് ഹാപ്പി. ഇക്ക എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഇങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ എന്നും എന്നോട് ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ. എന്തു പറ്റി ഇക്ക? ഹേ, ഒന്നുമില്ല. ഉസ്താദിൻ്റെ മനസ്സിൽ ആ ഒരു ഫോൺ കോൾ മാത്രമായിരുന്നു. അതാരാണെന്ന് ഉസ്താദിന് അറിയണം. ഇക്ക എന്താ ഇന്ന് എൻ്റെ അടുക്കിലേക്ക് വരികയെ എന്നെ തൊടാൻ ശ്രമിക്കുക ഒന്നും ചെയ്യണില്ലല്ലോ, എന്തു പറ്റി? അവൾ പതുക്കെ പതുക്കെ അതാ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് അടുക്കുന്നു. ഉസ്താദിൻ്റെ ആ മുടികളിൽ അവൾ പതുക്കെ തലോടി. ആദ്യമായി അവൾ എന്നെ സ്പർശിക്കുന്നു. ഉസ്താദിന് എന്ത് ചെയ്യണമെന്നായിപ്പോയി. റബ്ബേ, അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു. ഇതെന്താ, എന്നെ വഞ്ചിക്കാനാണോ അതോ എന്നോട് സ്നേഹം കാണിക്കാനോ? ഉസ്താദ് എന്തൊക്കെ തന്നെയായിട്ടും അതിന് തീരെ ഒരു സപ്പോർട്ട് കൊടുത്തില്ല. ഉസ്താദ് പിണങ്ങിയ രീതിയിൽ തന്നെ നിൽക്കുന്നു. അവൾ എന്തൊക്കെ തന്നെ കാട്ടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഷെഫിക്ക, അതെ, ഷെഫിക്കാനെ കാണാൻ എന്ത് ഭംഗിയല്ലേ? ഉസ്താദിന് ഏറെക്കുറെ മനസ്സിലായി. ഇല്ല, അവളെല്ലാം അഭിനയാണ്. ഷെഫിക്ക എന്നോടൊന്നും മിണ്ടുന്നില്ലല്ലെന്ന്. എന്ത് എന്നോട് ഇന്നിങ്ങനെ? ഇത്രയും ദിവസം ഞാനിങ്ങനെയൊക്കെ നിന്നിട്ടാണോ? അതെ, ഞാനിങ്ങനെയൊക്കെ നിന്നതിൻ്റെ കാരണം ഷെഫിക്കാക്ക് അറിയോ? അതെ, മറ്റൊന്നുകൊണ്ടുമല്ല, നമുക്ക് ജീവിക്കണ്ടേ, നല്ല സുഖമായിട്ട് ജീവിക്കണ്ടേ. പിന്നെ നമ്മളുടെ ഇടയിൽ മക്കളുണ്ടാവും. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഈ ഉസ്താദ് ജോലി എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു ശമ്പളത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുമോ? അതെങ്ങനെ കഴിയോ? അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ ദേഷ്യം പിടിച്ച് നിൽക്കുന്നത്. എന്തു പറ്റി? മുഖം വല്ലാണ്ടങ്ങ് വാടിയിരിക്കുന്നു കേട്ടോ. സീനത്ത് വളരെയധികം സ്നേഹത്തോടെ അത് അഭിനയിക്കുന്നു. ഷിഫിക്ക, അതെ, എന്താ എന്നോട് കാര്യമായിട്ടൊന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? അല്ല, ഇന്നലെ വരെ എന്നോട് ഭയങ്കര മിണ്ടാൻ വരില്ലായിരുന്നല്ലോ. സീനത്തെ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് ഇന്നെന്താ സീനോന്നോ മോളോന്നോ ഒന്നും വിളിക്കുന്നില്ലല്ലോ. എന്തൊരു മൂഡ് ഓഫ്? ഒന്നുമില്ല. ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയും സങ്കടമുണ്ട്. പക്ഷേ അതവളോട് തുറന്നു പറഞ്ഞാൽ, അതവളോട് ചോദിച്ചാൽ അവൾ സത്യം പറയുമോ എന്നുള്ള കാര്യത്തിൽ വരെ ഉസ്താദിന് ടെൻഷനാണ്. എന്തിക്ക ഇങ്ങനെ? അവളതാ പതുക്കെ ഉസ്താദിൻ്റെ അടുക്കലേക്ക് നീങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ആ അത്തറ് പുരട്ടിയ ആ ഒരു ഡ്രസ്സ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മെല്ല്, അതെല്ലാം അവൾക്ക് കൂടുതൽ ഇഷ്ടമായി. അവൾ പറയുന്നു, ഷെഫിക്ക, എന്തൊരു സ്മെല്ലാണിത്? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഇത് ഏത് അത്തറാണ്? ഹൂദിൻ്റെ അത്തർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതാണോ? മാഷാ അല്ലാ, ശരിക്കും നല്ല സ്മെല്ലുണ്ട് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. എന്ത് ഭംഗിയാണ് എൻ്റെ ഷെഫി ഉസ്താദിനെ കാണാൻ. അതെ, ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണം കേട്ടോ. ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, എനിക്ക് നമ്മുടെ ഭാവി ആലോചിച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. ഉസ്താദിന് അവളെ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു. എന്നോട് എന്തെങ്കിലും ചോദിക്കാണ്ടോ? ചോദിച്ചോളൂ. അല്ല സീനത്തെ, നിനക്ക് നേരത്തെ വിളിച്ചിരുന്നത് ആരാണ്? എന്തൊക്കെ ഇങ്ങനെയൊക്കെ? എൻ്റെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞില്ലേ? ഫ്രണ്ട്സുകൾ എനിക്ക് ഇഷ്ടം പോലെയുണ്ടല്ലോ. അപ്പോൾ ആ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോൾ സത്യം പറയണ സീനത്തെ, നീ എന്നോട് എന്താണ് ഒളിപ്പിച്ച് വെക്കുന്നത്? അല്ലോ, എന്താ നിങ്ങളീ പറയുന്നത്? എൻ്റെ ഫ്രണ്ട്സ് എന്നെ വേണേൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട്സ്? എനിക്ക് കാണുന്നു വേണ്ട, നിൻ്റെ സംസാരം ഞാൻ കേട്ടതാണ്. ഓ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് കടന്ന തമാശയൊക്കെ പറയും എന്ന് കരുതിയിട്ട് അവരെ മനസ്സിലൊന്നുമില്ല. അതപ്പോൾ കഴിഞ്ഞോ? അത് ഏത് ഫ്രണ്ട്സാണ് നിന്നോട് ഇത്രമാത്രം തമാശ പറയാൻ? ഓ, അതെൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവും, ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ അല്ലാതെ ഇപ്പം എന്താ അങ്ങനെയൊക്കെ? എന്നോട് പിണങ്ങരുത് കേട്ടോ. ഞാനെന്തിനു പിണങ്ങുന്നത്? നീ നിൻ്റെ പ്രവൃത്തികൾ ആലോചിക്കണം. ഇത് ചെയ്യാൻ പാടുണ്ടോ എന്ന്.
ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ മറ്റൊരുത്തനോട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും മെസ്സേജ് അയക്കുക പറഞ്ഞാൽ പിന്നെ അതൊക്കെ വളരെ കുറ്റകരമായ കാര്യം കേട്ടോ. ഒരുപക്ഷെ എന്നെ നിനക്ക് മറച്ചു വെക്കാം, ഉമ്മയിൽ നിന്ന് മറച്ചു വെക്കാം. പക്ഷെ എല്ലാം കാണുന്ന ഒരുത്തനുണ്ട്, പഠിച്ച റബ്ബ്. അവനിൽ നിന്ന് മറച്ചു വെക്കാനാവില്ല കേട്ടോ. എന്താണ് ഇത്രമാത്രമൊക്കെ ഇമോഷണൽ ആവാൻ എന്തപ്പം ഞാൻ ചെയ്തത് ഇവിടെ? ഒന്നുമില്ല, നീ പല വട്ടങ്ങളിലായിട്ട് നിൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇനിയും നീ ഇത് തുടരുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മനോട് പറയണം. ഉമ്മയോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇക്ക ഷെഫിക്ക പ്ലീസ്. അവളതാ ഉസ്താദിൻ്റെ കൈകൾ മുറുകെ പിടിക്കുന്നു. ആദ്യമായിട്ടാണ് അവളെൻ്റെ കൈകൾ പിടിക്കുന്നത്. ഉസ്താദ് കൈകളിലേക്ക് നോക്കി. സീനത്തെ, നീ എന്താ എന്നോട് എന്തൊക്കെ നീ മറച്ചു വെക്കുന്നുണ്ടല്ലോ? അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഒരിക്കലും ഇല്ല. ദയവായി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തെറ്റ് പറ്റിപ്പോയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി, എനിക്ക് അങ്ങനെയുള്ള ബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. പിന്നെ ഉമ്മയോടൊന്നും പറയരുത് കേട്ടോ, പ്ലീസ്. ഉമ്മയോട് പറയരുത്. ഇല്ല, ഞാൻ പറയുന്നില്ല. എന്തിനാണ് ഞാൻ പറയുന്നത്? നീയായിട്ടത് ഓപ്പണായി പറ, ആരാണ് നിന്നെ വിളിക്കുന്നത്? എന്താ ഇങ്ങനെ ഷെഫിക്ക, നിങ്ങൾ വാശി പിടിച്ചാൽ എങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? സീനത്തെ, എനിക്ക് ചിലതറിയാനുണ്ട്. നീ ഈ വീട്ടിലേക്ക് കയറി വന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. സത്യം പറഞ്ഞാൽ നീ എന്താണ് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? നിൻ്റെ മനസ്സിൽ ആരാണ്? ഒരിക്കൽ പോലും നീ എന്നെ ഒന്ന് തൊടാൻ സമ്മതിച്ചിട്ടില്ല. ഒരിക്കൽ പോലും ഞാൻ നിൻ്റെ അടുക്കലേക്ക് അടുത്തിട്ടുമില്ല. കാരണം ഇഷ്ടമല്ലാതെ ഒരാളെ ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാൻ പാടില്ല. നീ എൻ്റെ നിക്കാഹ് കഴിച്ച് എൻ്റെ ഭാര്യയാണ്. പക്ഷേ നിന്നെ പോലും അനുവാദത്തോടു കൂടിയല്ലാതെ നിന്നെ സമീപിക്കുന്നത്, അതൊന്നും ഇസ്ലാം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാം സമ്മതത്തോടു കൂടി മാത്രം. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു മൃഗമല്ല. മൃഗത്തെ പോലെ ഞാൻ ചാടി വീഴുകയുമില്ല. സത്യം പറയണം, എനിക്ക് എല്ലാം അറിയണം. ഇക്ക, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഗൾഫിലേക്ക് പോയിക്കോളൂ. നിങ്ങൾ ഗൾഫിലേക്കൊക്കെ പോയിട്ട് നല്ല ഉഷാറായിട്ടൊക്കെ തിരിച്ചു വരി. പിന്നെ ഞാൻ ഉസ്താദ് ജോലി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. എന്ത് ചെയ്യാനാ തുച്ഛമായ ആ ഒരു ശമ്പളം കൊണ്ട്? അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. അവൾ സ്നേഹം അഭിനയിക്കുന്നു. സീനത്തെ, കാര്യങ്ങൾ പറ. നിനക്കെന്താ, എന്ത് ബന്ധാനുള്ളത്? അത് എവിടെയാണ്? ആരാണ് നിന്നെ വിളിക്കുന്നത്? ഒന്ന് തുറന്നു പറഞ്ഞൂടെ? ഇക്ക, നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് വിടുമോ? ആരോ ഒരു കോള് ചെയ്തെന്ന് വിചാരിച്ചിട്ടൊക്കെ തപ്പി പിടിച്ച് ഞാൻ ബ്ലോക്കാക്കാൻ നടക്കല്ലേ? എന്താന്നില്ലേ? എന്തായാലും വേണ്ടില്ല, നീ അത് ബ്ലോക്ക് ചെയ്യേ, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും. എന്താ ഇക്ക, ബ്ലോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ ചെറിയ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും, അതിനൊക്കെ ഇപ്പോൾ. പിന്നെ സീനത്തെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാണ്. എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കരുത്. നീ ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇപ്പോഴും പഴയത് മനസ്സിൽ വെച്ചുകൊണ്ട് നിന്നാൽ ഒരിക്കലും ഒന്നും നടക്കില്ല കേട്ടോ. പഴയത് നടക്കില്ല, പുതിയത് നടക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അപേക്ഷയാണ്, ഒന്നുകിൽ നീ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കുക, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോകുക. എന്താ? ഷെഫിക്ക, അങ്ങനെ പറയല്ലേ. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്ലീസ്, എന്നെ വിശ്വാസമല്ലേ? പിന്നെ അവൾ കരയുന്ന പോലെ അഭിനയിച്ചു. ഷെഫി ഉസ്താദിനെ തൊട്ടും തലോടിക്കൊണ്ടും അവളതാ ആ രാത്രി ഷെഫി ഉസ്താദിൻ്റെ കൂടെ കഴിച്ചു കൂട്ടുന്നു. ഷെഫി ഉസ്താദിന് എന്തെന്നറിയില്ല. അവൾക്ക് കാര്യമായിട്ട് ആരോ എന്തൊക്കെയോ ഉണ്ട്, അല്ലാതെ അവൾ ഒരിക്കലും ഇതിപ്പോൾ ഞാനത് കണ്ടുപിടിച്ചപ്പോൾ മാത്രം അവൾ എന്നോട് സ്നേഹം നടിക്കുന്നു, അഭിനയിക്കുന്നു. അല്ലാതെ ഒരിക്കലും എന്നോട് സ്നേഹമല്ല. ഷെഫി ഉസ്താദ് അത് മനസ്സിലാക്കിയിരുന്നു. ഷെഫിക്ക, അതെ, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇത്രയും ദിവസം ഞാൻ മിണ്ടാതെയും പറയാതൊക്കെ നിന്നേലേ. എന്നോട് ക്ഷമിക്കൂലേ? അറിവില്ലായ്മ കൊണ്ട് നിന്നതാണ്. ഇനി ഒരിക്കലും അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യും. അവളുടെ വാക്ക് കേട്ട് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ അത് വല്ലാതെയൊന്നും പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല. ഉസ്താദിന് കഴിഞ്ഞതുമില്ല. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ഒരു നീറ്റൽ ഉണ്ട് അവൾക്ക്. ഞാനല്ലാതെ വേറെ ആരോ ഉണ്ട്, അതുറപ്പാണ്. ഒരിക്കലും അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവില്ല.
ഇതിലൊക്കെ എന്തെങ്കിലും ചതിയുണ്ടോ അല്ല? എനിക്കൊന്നും അറിയുന്നില്ലല്ല. ഷെഫിക്ക, അതെ, എന്താ ഉറങ്ങാത്തത്? എന്താ ആലോചിച്ച് കിടക്കുന്നത്? ഷെഫി ഉസ്താദിൻ്റെ അടുക്കലേക്ക് അവൾ നീങ്ങിക്കിടന്നു. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് മുഴുവൻ തീക്കനലായിരുന്നു. റബ്ബേ, അവൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു, എനിക്കെല്ലാം തരുന്നു. പക്ഷേ മനസ്സ് ക്ലിയറല്ല, അവളുടെ മനസ്സ് ക്ലിയറല്ല, എനിക്ക് നന്നായിട്ടറിയാം. ഷെഫിക്ക, എന്താ ഇന്ന് ഇത്ര മൂഡ് ഓഫ്? ഒന്നുമില്ല. എന്നാലും എന്താ, എന്തിനാ ഞാനിതൊക്കെ പറയുന്നത്? എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും കേൾക്കാൻ എനിക്ക് ആരുമില്ലല്ലോ, പഠിച്ച റബ്ബ് മാത്രമല്ലേ ഉള്ളൂ. എന്തോ തട്ടി തട്ടി പറയാണല്ലോ, എന്തു പറ്റി? കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങളൊന്നും മറച്ചു വെക്കല്ലേ. ഇൻഷാ അല്ലാ നമുക്ക് വീട്ടിലേക്ക് ഒന്ന് പോയി വരണം, നോമ്പൊക്കെ തുറന്നിട്ട്. എന്തേ? അവൾ പരമാവധി ഉസ്താദിനെ അതാ സോപ്പിടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പാവം ഉസ്താദ്. തൻ്റെ ഭാര്യ സത്യത്തിലാണോ പറയുന്നത് അതോ കളവ് രീതിയിലാണോ പറയുന്നത് എന്നൊന്നും ഉസ്താദിന് മനസ്സിലാകുന്നേയില്ല. ആ നിമിഷവും ഉസ്താദ് ദുആ ചെയ്തു. അല്ലാ പഠിച്ചോനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. റഹ്മാൻ, ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ എനിക്ക് ഇല്ലല്ല. അള്ളാഹുവേ, നീ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ സലാമത്താക്കിക്കൊണ്ട റഹ്മാനെ. ഉസ്താദ് അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ അവൾ ഉസ്താദിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നു. ഷെഫി ഉസ്താദെ, പിന്നെ ഇനി ഞാൻ വന്നില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് ഗൾഫിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കോളി. ഇൻഷാ അല്ലാ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടി, നിൻ്റെ ഹസ്ബൻഡിനെ കാണാൻ നല്ല ഗ്ലാമറുണ്ട് കേട്ടോ. പക്ഷേ അവർ ഉസ്താദ് വേഷം അതുകൊണ്ട് ഒഴിവാക്കിയാൽ മതി, എന്നാൽ അടിപൊളിയാവുന്നു. ഷെഫിക്ക, അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ശരിയാക്കിയാൽ പിന്നെ അടിപൊളിയായിരിക്കും നമ്മുടെ ജീവിതം. ഉസ്താദിന് ശരിക്കും സങ്കടവും ദേഷ്യമാണ് വന്നത്. ഇവളെന്ത് കരുതിയിട്ടോ എൻ്റെ ജോലിയിലൊക്കെ. സത്യം പറഞ്ഞാൽ അതുവരെ ഷെഫി ഉസ്താദിനെ അവളെ എങ്ങനെയെങ്കിലും സ്നേഹത്തിൽ കുളിപ്പിക്കണം എന്നായിരുന്നു. എന്നാൽ 2-3 ദിവസം തുടർച്ചയായി കേട്ട ആ ഒരു സംഭാഷണത്തിൻ്റെ പിറകിലായിക്കൊണ്ട് അതാ ശരിക്കും ഉസ്താദിന് അവളോട് എന്തൊക്കെയോ ഒരു ദേഷ്യം തോന്നി തുടങ്ങുകയാണ്. പിന്നെ സീനത്തെ, ഞാൻ നിന്നോടൊരിക്കൽ കൂടി പറയാണ്, ഇനി ഞാൻ പറയില്ല. നിനക്ക് ഇഷ്ടമാണ് ഇവിടെയെങ്കിൽ, നിനക്കിവിടെ ജീവിക്കണമെങ്കിൽ നിൻ്റെ ഉടായ്പ പരിപാടിയൊന്നും ഇവിടെ പറ്റൂല കേട്ടോ. പിന്നെ നിൻ്റെ മനസ്സിൽ മറ്റു വല്ല ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊഴിവാക്കിയിട്ട് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിലാവാം. ഇനി വിവാഹത്തിന് മുമ്പായാലും ശേഷമായാലും ശരി, ഒരിക്കലും എനിക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ്. ഉസ്താദ് അല്പം ഉച്ചത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. ഷെഫിക്ക, പ്ലീസ്, എന്താ ഇങ്ങനെയൊക്കെ ഇമോഷണലാവുന്നത്? അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ ഉസ്താദേ, നിങ്ങളുടെ മുഖം ഇങ്ങനെ കരയുമ്പോഴേ, അതിങ്ങനെ ചുവന്ന് തൊടുക്കുമ്പോഴേ കാണാൻ എന്ത് ഭംഗിയാന്നോ. പരമാവധി കഴിയുന്ന രീതിയിൽ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉസ്താദിൻ്റെ മനസ്സിൽ നിന്ന് അത് മായുന്നില്ല. ഇവൾ പുറത്തിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഉൾഭാഗത്ത് എങ്ങനെയൊക്കെയാണോ എന്തൊക്കെയാണോ അല്ലാഹു ആലം. സത്യം പറഞ്ഞാൽ ആ രാത്രിയിൽ ഉസ്താദിന് ഉറക്കം വരുന്നില്ലായിരുന്നു. അവൾ പരമാവധി ഉസ്താദിനെ മിണ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഉസ്താദും വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ രണ്ടാളിനും തീരുമാനിക്കണം. ഒന്നെങ്കിൽ അവൾ, അല്ലെങ്കിൽ ഞാൻ. ആരെങ്കിലും ഇതിൽ വിജയിക്കും. എന്തൊക്കെ തന്നെയായാലും സത്യം ഞാൻ സത്യസന്ധമായാണ് ചെയ്യുന്നത്. പഠിച്ചോനെ, നീ കാത്തുരക്ഷിക്കല്ല. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷെഫി ഉസ്താദ് സീനത്തിനോട് നല്ല രീതിയിൽ പെരുമാറുമോ, അതോ സീനത്ത് എല്ലാം ഉസ്താദിനോട് തുറന്നു പറഞ്ഞ് മാപ്പ് പറയുമോ? നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലേ, അതായത് അവിടെയൊക്കെ മഴ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ കമൻ്റൊക്കെ ചെയ്തു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. കാരണം നമ്മളുടെ സ്റ്റോറിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ട് എന്നൊക്കെ അറിഞ്ഞപ്പോഴേ, അപ്പോൾ വല്ലാത്ത സന്തോഷം. പടച്ച റബ്ബ് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇനിയും ബാക്കിയുള്ള നോമ്പൊക്കെ നോറ്റു വീട്ടുവാനുള്ള ആരോഗ്യവും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.